ഇറ്റ് വാസ് പ്രിറ്റി കുറെ ടച്ചിങ് മൂമെന്റ്സ് ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാതെ തന്നെ വളരെ നമ്മൾ കുറെ ഫൈറ്റ്സ് മാത്രം എക്സ്പെക്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ യു ബി വെരി സർപ്രൈസ് ബിക്കോസ് നോട്ട് ലൈക്ക് ദാറ്റ് അറ്റ് ഓൾ. എവറിബഡി ഹാസ് എൻ എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ബാക്ക് സ്റ്റോറി. ഇറ്റ്സ് I would 100% recommend. It's very good. Theater experience. Aries Plex Audi 1 obviously ഭയങ്കര നല്ലതായിരിക്കുമല്ലോ. എല്ലാം വളരെ നല്ലതാണ്. പിന്നെ Demon Slayer is known for that. ഭയങ്കര നല്ല സ്പെഷ്യൽ എഫക്ട്സും എല്ലാം ആണല്ലോ. സോ അത് എക്സ്പെക്ടഡ് ലെവൽ ഓഫ് ഗുഡ് ആയിരുന്നു. എന്തായാലും സെനിക്സ് ആണ് മെയിനായിട്ട്. സെനിക്സിന്റെ സ്ക്രീൻ പ്രസൻസ് ഓളിയായിരുന്നു. പിന്നെ അക്കാസിന് എന്തായാലും അക്കാസിന് ഈ പടത്തോടെ ഹേറ്റേഴ്സ് ഒക്കെ കുറയും. അക്കാസിന് ഫാൻസ് കൂടും. കാര്യം പുള്ളിയുടെ ബാക്ക് സ്റ്റോറി ഒക്കെ പക്കയായിരുന്നു. സൗണ്ട് വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഉണ്ട്. അനിമി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും കാണാം. ആക്ഷൻ പക്കയായിരുന്നു. കണക്ട് ആവുന്നുണ്ട്. അക്കാസിന്റെ ബാക്ക് സ്റ്റോറി കണക്ട് ആവുന്നുണ്ട്. പക്കയായിരുന്നു. സൂപ്പർ ആയിരുന്നു. അനിമി ഫാൻസിന് കൊള്ളായിരുന്നു. ബിക്കോസ് കാണാൻ എക്സ്പെക്ട് ചെയ്താണ് നിന്നത്. എല്ലാം നമ്മളിത് വെയിറ്റിംഗ് ആയിരുന്നു ഭയങ്കരമായിട്ട്. എക്സ്പീരിയൻസ് അടിപൊളി. ആക്ഷൻസ് സ്റ്റണ്ട് എല്ലാം അടിപൊളിയായിരുന്നു. ഗിയു ടാൻജിറോ എല്ലാം അടിപൊളിയായിരുന്നു. സീരിയസ്ലി നൈസ്. ഞാൻ റീജനന്റ് എന്ന് വിചാരിച്ചില്ല. എല്ലാം പെട്ടെന്ന് ഹെഡ് റീജനന്റ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇതായിട്ട് നിന്ന്. ബിക്കോസ് എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ പെട്ടെന്ന് വരുമെന്ന്. പക്ഷെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇമോഷണൽ ആയിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അക്കാസയുടെ എസ്പെഷ്യലി ഈ ഒരു ബാക്ക് സ്റ്റോറി എക്സ്പെക്ട് ചെയ്തില്ല. നല്ല ഇമോഷണൽ ആയിരുന്നു കുറച്ച്. ഇനി അടുത്ത പാട്ട് ഞാൻ തീർന്നത് അറിഞ്ഞില്ല. അടുത്ത പാട്ടിന് ഇനി എല്ലാവർക്കും വെയിറ്റ് ചെയ്യുന്നു. കാരണം ഇനി അടുത്തത് മെയിൻ സീക്വൻസ് ഒക്കെ ഇനി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ ഇനി എല്ലാം വെയിറ്റിംഗ് ആണ്. കട്ട് വെയിറ്റിംഗ് ആണ്. സിനിമ ആനിമി ഫാൻസിനൊക്കെ ആക്ഷനൊക്കെ കിടില്ല. ബാക്ക് സ്റ്റോറി ഭയങ്കര ലാഗ് അടിപ്പിച്ചു. ബാക്കിയൊന്നും ചെയ്തില്ല. അടിപൊളിയായിരുന്നു. ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സീനിന്റെ പടമാണ്. ഇതിലാണ് നല്ല ഫൈറ്റ് സീൻസ് ആയിരുന്നു. ചെറിയ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഉണ്ടാക്കി. പിന്നെ ഫൈറ്റ് സീൻസ് ആയിരുന്നു കൂടുതൽ ഇതിലുള്ള. നല്ല മൂവിയാണ്. ഫൈറ്റ് കൊള്ളായിരുന്നു. ഒന്നും പറയാനില്ല. വേറെ പോസിറ്റീവായിട്ട് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ഡെവലപ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. അടിപൊളി പടമായിരുന്നു. ക്യാരക്ടർ ഡെവലപ്മെന്റിന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തൊരു സിനിമയായിരുന്നു. ആൻഡ് നല്ലോണം നമ്മളെ ഇമോഷൻസ് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് നല്ലോണം ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദേ ഡു സക്സീഡ് ഇൻ ദാറ്റ്. ഓവറോൾ ഹൈലി റെക്കമെൻഡഡ്. കണക്ട് ആവില്ല. നല്ലോണം ഡെപ്ത് ഉണ്ട്. നല്ല കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലേ ചെയ്യത്തുള്ളൂ. ആൻഡ് ഇതിന് മുമ്പ് ഈ സിനിമ കാണാനായിട്ട് തന്നെ സീരീസ് കാണുന്നത് തന്നെ വേർത്തിട്ടാണ്. നല്ലോണം ബിൽഡ് ചെയ്തിട്ടാണ് സിനിമ ഇറക്കിയേക്കുന്നത്. അവർ ഇമോഷണലി നല്ലോണം കണക്ട് ആവുന്നുണ്ട്. നല്ല രീതിയിൽ ബാക്ക് സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ റിലേറ്റ് വൈ ദ ക്യാരക്ടേഴ്സ് ആർ ആസ് ദേ ആർ. ആൻഡ് എന്തുകൊണ്ട് അവർ വൈ ദീസ് ഡീമൻസ് ടേൺ ഇൻ ടു ഡീമൻസ്. ആൻഡ് എന്തുകൊണ്ട് ഈ ഡീമൻ സ്ലേയേഴ്സ് ആർ ട്രൈയിങ് ടു ബീറ്റ് ദം. അതെ, ആഘോഷം തന്നെയാണ്. ഫൈറ്റ് അക്കാസിന്റെ ബാക്ക് സ്റ്റോറി ഭയങ്കര ഇഷ്ടം. നല്ലേ ഇമോഷണലായി. ഓ ലവ് സ്റ്റോറി പുതിയൊരു ഇതാണ്. ഓ സൂപ്പർ ആയിരുന്നു. കുഴപ്പമില്ല. ആക്ഷൻ നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ആയിരുന്നേ ഉള്ളൂ. പ്രതീക്ഷിച്ച അത്രയും ഉണ്ടോ? അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല രസമാണ്. 4DX കാണാൻ അത്ര ഇതായിട്ടുള്ളൂ. ഇതിൽ കാണാൻ കൊള്ളാം. നല്ല സ്റ്റോറി ആയിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ല സെഡായിരുന്നു. കണ്ടോണ്ട് ഇരിക്കാം. ചെറിയൊരു ലാഗ് ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അടിപൊളിയാണ്. പ്രതീക്ഷ അത്രയുണ്ട്. സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് മനസ്സിലാവും. നല്ലതാണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും അനിമി എന്ന കണ്ടിരിക്കണം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഐമാക്സ് കാണേണ്ടതായിരുന്നു. ടിക്കറ്റ് ഈ ദിവസം കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഐമാക്സ് ഒരിക്കൽ കൂടെ പോയി കാണുന്നുണ്ട്. സൂപ്പറാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എടുത്തു പറയാനുള്ളത് അനിമേഷൻ തന്നെയാണ് അവരെ. നല്ല പടം.